പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്ത്യൻ എയർഫോഴ്സ് ഫേസ് 2 എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള വലിയൊരു ഇൻഫർമേഷനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് ഡൗട്ടാണ് ഈ ഒരു സ്റ്റേജ് 2ലേക്ക് പാസ്സായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ ചെറിയ ചേഞ്ച്മെൻ്റാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഈ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എക്സാമിനേഷൻ്റെ പ്രൊസീജിയറിൽ മാറ്റം വരുത്തിയിട്ടുള്ളത്. അത് 4 സ്റ്റെപ്പുകളായിട്ടാണ് ഇത്തവണ നടക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ തവണ എന്നുള്ളതിൽ റിട്ടേൺ എക്സാമിനേഷൻ ആയിരുന്നു, ഇത്തവണ അതിലാണ് റിട്ടേൺ എക്സാമിനേഷന് പകരമാണ് ഇത്തവണ ചെറിയൊരു ചേഞ്ച്മെൻറ്റ് അവർ കൊടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നോക്കാം. 4 സ്റ്റേജുകളായിട്ടാണ് ഇത്തവണ എക്സാം നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, അതിൽ 1600 മീറ്റർ റണ്ണിങ് ആയിരിക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. അതിന് ടൈമിങ്, അതുപോലെ തന്നെ സിറ്റപ്പ്, സ്കോട്ടപ്പ്, ഇത് അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം ഫസ്റ്റ് പോയിൻ്റാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. രണ്ടാമത് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ SRT സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്. മൂന്നാമതാണ് വരുന്നത് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും, അതുപോലെ തന്നെ നാലാമത് മെഡിക്കൽ. ഈ ഒരു 4 സ്റ്റേജുകളായിട്ടാണ് ഇത്തവണ എയർഫോഴ്സിൻ്റെ ഫേസ് 2 എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്. ഇതിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അതിൽ 1600 മീറ്റർ റണ്ണിങ് ആയിരിക്കും. ഈ 1600 മീറ്റർ റണ്ണിങ് ആൺകുട്ടികൾക്ക് കവർ ചെയ്യേണ്ടത് 7 മിനിറ്റിലാണ്, പെൺകുട്ടികൾക്കാണെങ്കിൽ 8 മിനിറ്റ്. അതുപോലെ തന്നെ സിറ്റപ്പ് 10 എണ്ണം, സ്കോട്ടപ്പ് 20 എണ്ണം, പുഷപ്പ് 10 എണ്ണം. ആദ്യം നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് 1600 മീറ്റർ റണ്ണിങ്ങിന് ശേഷം 10 മിനിറ്റ് നമുക്ക് സമയം ലഭിക്കുന്നതാണ്. അതിനുശേഷം സിറ്റപ്പിന് ശേഷം 2 മിനിറ്റ് റെസ്റ്റ് ബ്രേക്ക് തരും. അതുപോലെ തന്നെ സ്കോട്ടപ്പ്, പിന്നെ പുഷപ്പ്, ഇതെല്ലാം 2 മിനിറ്റ് ഗ്യാപ്പിലാണ് ഓരോ ഫിസിക്കൽ എക്സാമിനേഷൻ അവർ ചെയ്യാൻ പോകുന്നത്. ഗേൾസിനാണെങ്കിൽ പുഷപ്പ് ഇല്ല. 1600 മീറ്റർ റണ്ണിങ് 8 മിനിറ്റ് ടൈമാണ് കവർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സിറ്റപ്പും സ്കോട്ടപ്പ് 15 എണ്ണം മതി. ആൺകുട്ടികൾക്കാണെങ്കിൽ 20. ഇത്രയും കാര്യങ്ങളാണ് ഫിസിക്കൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിലേക്ക് വരുന്നത്. അടുത്തതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ SRT. ഈ ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് ആദ്യം തന്നെ അവർ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്യാണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതിൽ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ നമ്മുടെ പേര്, സ്ഥലം, യോഗ്യത, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ഇന്ത്യൻ എയർഫോഴ്സ് ചൂസ് ചെയ്യാൻ കാരണം എന്നുള്ളതാണ് അതിൽ പറയേണ്ടത്. അടുത്തതാണ് പിന്നെ അവർ ടോപ്പിക്ക് തരും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് ആദ്യം എഴുതാനുള്ളൊരു സമയം തരും. ആ റഫായിട്ട് എഴുതുക. അതിനുശേഷം നമ്മുടെ ഫെയർ പേജിലേക്ക് കവർ ചെയ്യുക. ദെൻ അതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷനാണ് പിന്നെ നടക്കാൻ പോകുന്നത്. ഇതാണ് ഗ്രൂപ്പ് ഡിസ്കഷനകത്ത് വരുന്നത്. ടോപ്പിക്ക് അവരാണ് തരുന്നത്, പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഉണ്ടാകും, അവരാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളൊരു ഗ്രൂപ്പിലുള്ള ചിലപ്പോൾ 10-15 പേരായിരിക്കും. അവർ എല്ലാവരും കൂടിയിട്ട് പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്തതിന് ശേഷം ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കിയാണ് ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയാണ് സിറ്റുവേഷൻ റിയാക്ഷൻ ടെസ്റ്റ്, SRT എന്ന് പറയും. അത് 30-40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിന് പോസിറ്റീവായിട്ടുള്ള ആൻസറാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട് അതിനെ നമ്മൾ എങ്ങനെയാണ് ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ 2 ഓപ്ഷൻ ഇപ്പം കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഓപ്ഷണബിൾ ആയിട്ടുള്ളത്, അത് നമുക്ക് 4 ഒബ്ജക്റ്റീവ് ടൈപ്പിലായിരിക്കും ആൻസർ അതിൽ കൊടുത്തിരിക്കും. ഏകദേശം സെയിം ടു സെയിം ആൻസർ ആയിരിക്കും. അതിലേതാണ് പോസിറ്റീവ്, അതിന് ഓരോ മാർക്ക് വെച്ചിട്ടാണ്, ഓരോ മാർക്ക്, അര മാർക്ക്, കാ മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് മെഡിക്കൽ ഫുൾ പ്രോപ്പറായിട്ട് തന്നെ ചെക്ക് ചെയ്ത് കണ്ണ്, നമ്മുടെ ഓരോ കണ്ണിൻ്റെ കാഴ്ചയാണെങ്കിലും, അതുപോലത്തെ ലോങ് സൈറ്റ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്, കളർ ബ്ലൈൻഡ്നെസ്, കൈ വളവ്, കാല് വളവ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മെഡിക്കൽ മാക്സിമം ചെയ്യാൻ അവർ നോക്കുന്നത്. പിന്നെയാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റായി ആധാർ കാർഡ്, SSLC ബുക്ക്, +2, ഇത്തരം കാര്യങ്ങളാണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനിൽ ഇത്തവണ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു വർഷത്തെ ഫേസ് 2 എക്സാം നടക്കാൻ പോകുന്നത്. ഇത് ആക്ച്വലി എന്നുള്ളതിൽ നമ്മുടെ SSB ഇൻ്റർവ്യൂ, അതായത് NDA അല്ലെങ്കിൽ CDS ഇങ്ങനെയുള്ള കാര്യത്തിൽ SSB ബോർഡിലായിരുന്നു മുന്നേ ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ SRT ഒക്കെ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷേ ഇത്തവണ എയർഫോഴ്സിലേക്കുള്ള SSR എക്സാം എഴുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തന്നെ, കാരണം ഇനിയിപ്പം 1-2 ആഴ്ചക്കകത്ത് തന്നെ ഫേസ് 2 എക്സാമിനേഷൻ വരാൻ പോകുന്നതാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫേസ് 2 എക്സാമിനേഷന് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളും എത്രയും പെട്ടെന്ന് തന്നെ ഇത്തരം നിങ്ങൾ ടോപ്പിക്ക് വെച്ചിട്ട് ഇതിൻ്റെ ക്ലാസ്സസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ടുള്ള സ്റ്റഡി ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ ശ്രമിക്കുക. കാരണം ഈ ഒരു 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് ഈ SRT അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് നേടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്തവണ ആരും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു ഫേസ് 2 എക്സാമിനേഷൻ ചേഞ്ച്മെൻറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.